സീഡ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ നിയമത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 15 ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്വിസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ക്വിസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനും ഇതുപോലെ വിജ്ഞാനപ്രദമായ പുതിയ വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രചോദനവും ആകും. വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എന്നത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1. ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ നെഹമ്യാവ്, ഓപ്ഷൻ ബി ഹില്ലേൽ, ഓപ്ഷൻ സി എസ്ര, ഓപ്ഷൻ ഡി യോഹന്നാൻ. ശരി ഉത്തരം ഓപ്ഷൻ സി എസ്ര. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ എസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവൻ്റെ ദൈവമായ യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കാൻ രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. ചോദ്യം 2. യഹോവ സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയാൻ ഉപയോഗിക്കുന്ന 2 കാറ്റുകൾ ഏവ? ഓപ്ഷൻ എ ന്യായവിധി ദഹനം, ഓപ്ഷൻ ബി കിഴക്കൻ കാറ്റ് പടിഞ്ഞാറൻ കാറ്റ്, ഓപ്ഷൻ സി വടക്കൻ കാറ്റ് തെക്കൻ കാറ്റ്, ഓപ്ഷൻ ഡി വടതിക്കാറ്റ് തെന്നിക്കാറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ എ ന്യായവിധി ദഹനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിൻ്റെ രക്തവാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം. ചോദ്യം 3. രക്തം കൊണ്ട് മലിനമായിരിക്കുന്നവരുടെ പട്ടണം ഏത്? ഓപ്ഷൻ എ യെരുശലേം, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി യഹൂദ, ഓപ്ഷൻ ഡി ശമരിയ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഗിലെയാദ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഗിലെയാദ് അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം, അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു. ചോദ്യം 4. ബത്ലഹേമിൽ തിരിച്ചെത്തിയ നവോമി സ്വീകരിച്ച പേരെന്ത്? ഓപ്ഷൻ എ നാമി, ഓപ്ഷൻ ബി ഹതസ, ഓപ്ഷൻ സി ഓർപ്പ, ഓപ്ഷൻ ഡി മാറ. ശരി ഉത്തരം ഓപ്ഷൻ ഡി മാറ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പി. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ചോദ്യം 5. മൃഗങ്ങൾക്ക് പുല്ലന്വേഷിച്ച് രാജാവാര്? ഓപ്ഷൻ എ യോരാം, ഓപ്ഷൻ ബി യഹോശാഫാത്ത്, ഓപ്ഷൻ സി യോസഫാത്ത്, ഓപ്ഷൻ ഡി ആഹാബ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആഹാബ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആഹാബ് ഒബദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക. പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. ചോദ്യം 6. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചത് ആരോട്? ഓപ്ഷൻ എ മോശയോട്, ഓപ്ഷൻ ബി യോശുവായോട്, ഓപ്ഷൻ സി അബ്രഹാമിനോട്, ഓപ്ഷൻ ഡി യാക്കോബിനോട്.
ശരി ഉത്തരം ഓപ്ഷൻ ബി, യോശുവായോട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചോദ്യം 7. യസ്ര ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ വെച്ച്? ഓപ്ഷൻ എ, കേദാർ നദീതീരത്ത്. ഓപ്ഷൻ ബി, മമ്രയുടെ തോപ്പിൽ. ഓപ്ഷൻ സി, അഹവ ആറ്റിൻ്റെ അരികെ. ഓപ്ഷൻ ഡി, ശൂഷൻ രാജധാനി. ശരി ഉത്തരം ഓപ്ഷൻ സി, അഹവ ആറ്റിൻ്റെ അരികെ. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികിൽ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ചോദ്യം 8. ഹൃദയം നിർജീവമായി കന്നിച്ചു പോയവൻ ആര്? ഓപ്ഷൻ എ, ദാവീദ്. ഓപ്ഷൻ ബി, നാബാൽ. ഓപ്ഷൻ സി, ഗോലിയാത്ത്. ഓപ്ഷൻ ഡി, ശൗൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി, നാബാൽ. 1 ശൗമേൽ 25-ാം അധ്യായം 37-ാമത്തെ വാക്യം. എന്നാൽ രാവിലെ നാബാലിൻ്റെ വീഞ്ഞിറങ്ങിയ ശേഷം അവൻ്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി അവൻ കല്ലിച്ചു പോയി. ചോദ്യം 9. വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെ ഇരിക്കുന്നതെന്ത്? ഓപ്ഷൻ എ, മിഥ്യാമൂർത്തികൾ. ഓപ്ഷൻ ബി, യഹോവ. ഓപ്ഷൻ സി, യെരുശലേം. ഓപ്ഷൻ ഡി, ദൈവാലയം. ശരി ഉത്തരം ഓപ്ഷൻ എ, മിഥ്യാമൂർത്തികൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 3-5 വാക്യങ്ങൾ. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. അതൊരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരുന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു. അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് നടപ്പാൻ വഹിയായതുകൊണ്ട് അവയെ ചുമന്നുകൊണ്ട് പോകേണം. ചോദ്യം 10. യഹോവ യെശയ്യാവോട് വലിയ പലകയിൽ സാമാന്യ അക്ഷരത്തിൽ എഴുതുവാൻ പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ, യഹോവ നമ്മുടെ രക്ഷ. ഓപ്ഷൻ ബി, ഇമ്മാനുവേൽ. ഓപ്ഷൻ സി, മഹേർ ശലാൻ ഹാഷ്ബസ്. ഓപ്ഷൻ ഡി, ദൈവം നമ്മോടുകൂടെ. ശരി ഉത്തരം ഓപ്ഷൻ സി, മഹേർ ശലാൻ ഹാഷ്ബസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഒരു വലിയ പലകയെടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ശലാൽ ഹാഷ്ബസ് എന്നെഴുതുക. ചോദ്യം 11. യോസെഫിൻ്റെ സഹോദരന്മാർ അവനെ വിറ്റതിന് എത്ര വെള്ളിക്കാശ് ലഭിച്ചു? ഓപ്ഷൻ എ, 30. ഓപ്ഷൻ ബി, 20. ഓപ്ഷൻ സി, 40. ഓപ്ഷൻ ഡി, 50. ശരി ഉത്തരം ഓപ്ഷൻ ബി, 20. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 28-ാമത്തെ വാക്യം. മിദ്യാനി കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസെഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മാലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസെഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ചോദ്യം 12. യഹൂദാ ഗ്രഹത്തിന് പ്രതീകമായി യെഹെസ്കേൽ പ്രവാചകൻ എത്ര ദിവസം വലതുവശം ചിരിഞ്ഞു കിടന്നു? ഓപ്ഷൻ എ, 390 ദിവസം. ഓപ്ഷൻ ബി, 290 ദിവസം. ഓപ്ഷൻ സി, 190 ദിവസം. ഓപ്ഷൻ ഡി, 40 ദിവസം.
ശരി ഉത്തരം ഓപ്ഷൻ ഡി 40 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇത് തികച്ചിട്ട് നീ വലതുവശം ചെരിഞ്ഞു കിടന്ന് യഹൂദാഗ്രഹത്തിന്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. 1 സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. ചോദ്യം 13. നെബൂഖദ്നേസർ പൊന്നുകൊണ്ടുണ്ടാക്കിയ ബിംബത്തെ നിർത്തിയതെവിടെ? ഓപ്ഷൻ എ യെരുശലേം ദേവാലയത്തിൽ, ഓപ്ഷൻ ബി ബെൻ ഹിന്നോം താഴ്വരയിൽ, ഓപ്ഷൻ സി സീനായ് പർവ്വതത്തിൽ, ഓപ്ഷൻ ഡി ദൂരാ സമഭൂമിയിൽ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ദൂരാ സമഭൂമിയിൽ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിൽ നിർത്തി. ചോദ്യം 14. മറിച്ചിടാത്ത ദോശയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? ഓപ്ഷൻ എ എഫ്രയീമിനെ, ഓപ്ഷൻ ബി യഹൂദയെ, ഓപ്ഷൻ സി ഇസ്രായേലിനെ, ഓപ്ഷൻ ഡി ദാവീദിനെ. ശരി ഉത്തരം ഓപ്ഷൻ എ എഫ്രയീമിനെ. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. ചോദ്യം 15. ഇസ്രായേൽ ഗൃഹം തങ്ങൾക്കായി ഉണ്ടാക്കിയ നക്ഷത്രദേവനാര്? ഓപ്ഷൻ എ അശേര, ഓപ്ഷൻ ബി റഫാൽ, ഓപ്ഷൻ സി കിയൂൻ, ഓപ്ഷൻ ഡി അർത്തമീസ്. ശരി ഉത്തരം ഓപ്ഷൻ സി കിയൂൻ. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കിയൂനെയും നിങ്ങളുടെ രാജാവായ സ്കൂത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ടു പോകേണ്ടി വരും.